പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഫോക്കസ് പോയിൻ്റ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിവിഷൻ ക്ലാസ്സിൻ്റെ 14ാമത് എപ്പിസോഡാണിത്. നേരത്തെ അപ്ലോഡ് ചെയ്ത 13 വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്നും അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നും വിചാരിക്കുകയാണ്. റിവിഷൻ ക്ലാസ് എന്ന നിലയിൽ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ച കാര്യങ്ങളൊന്നും കൂടെ ഓർക്കാനും അതോടൊപ്പം തന്നെ പരീക്ഷയ്ക്ക് വരുന്ന പോയിൻ്റുകൾ അത് ചോദ്യമാക്കി അതിൻ്റെ ഉത്തരസഹിതം പറയുകയും ചെയ്യുകയാണ് ഇവിടെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 13ാമത്തെ ചാപ്റ്ററായ ഹൈഡ്രോ കാർബണാണ്. ഹൈഡ്രോ കാർബണിൽ 11 പോയിൻറ്റ്സുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഒരു പാറ്റേൺ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഞാനൊരു ക്വസ്റ്റ്യനും ആൻസറും പറയുമ്പോൾ അതിൻ്റെ മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള നോട്ട്സ് നിങ്ങൾക്ക് ഫോണിൻ്റെ സ്ക്രീനിൽ കാണാൻ പറ്റും. അതപ്പോൾ തന്നെ വായിച്ച് എന്നോടൊപ്പം തന്നെ അത് വായിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുക. റിപ്പീറ്റഡായി കേട്ടതിന് ശേഷം അതൊരു പേപ്പറിൽ എഴുതി നോക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കുക. സ്വയം പറയാൻ പറ്റുന്നുണ്ടോ നോക്കുക. അങ്ങനെ ആയാൽ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഈ പഠനം ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഡിസ്കഷനിലേക്ക് വരാം. ആദ്യത്തെ പോയിൻ്റ്, ഹൗ വിൽ യു പ്രിപ്പയർ ആൽക്കെയിൻ? ആൽക്കെയിൻ പ്രിപ്പയർ ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് വുഡ്സ് റിയാക്ഷൻ. അപ്പോൾ എന്താണ് വുഡ്സ് റിയാക്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് മെറ്റാലിക് സോഡിയം ഇൻ ഡ്രൈ ഈതർ ടു ഫോം ആൽക്കെയിൻ വിത്ത് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം. ഇരട്ട നമ്പർ കാർബണുള്ള ആൽക്കെയിനാണ് ഈ രാസപ്രവർത്തനം നടത്തിയാൽ കിട്ടുക. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് വുഡ്സ് റിയാക്ഷൻ. ഒരു എക്സാമ്പിൾ നോക്കൂ. RX + 2Na + RX. 2 RXകൾ, RX എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പും X എന്ന് പറഞ്ഞാൽ ഹാലജനുമാണ്. അപ്പോൾ ഹലോ ആൽക്കെയിൻ സോഡിയവുമായി പ്രവർത്തിക്കുകയാണ് ഡ്രൈ ഈതറിൻ്റെ സാന്നിധ്യത്തിൽ. അപ്പോൾ R എന്ന് കണ്ടോ, 2 RXലെയും ആറുകൾ കൂടിച്ചേർന്ന് RR ഉണ്ടായി. RR എന്ന് പറഞ്ഞത് ആൽക്കെയിനാണ്. എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. CH3Br 2 കണ്ടോ അവിടെ, അത് സോഡിയവുമായി പ്രവർത്തിച്ചപ്പോൾ 2 CH3കൾ ജോയിൻ ചെയ്ത് CH3 ആയിട്ട് മാറി. കണ്ടോ? അപ്പോൾ ഉപയോഗിച്ചത് ബ്രോമോ മീതെയിനാണ്, അപ്പോൾ കിട്ടിയത് ഈതെയിനാണ്. അപ്പോൾ ബ്രോമോ ഈതെയിൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുക ബ്യൂട്ടൈൻ ആയിരിക്കും. കണ്ടോ രണ്ടാമത്തെ എക്സാമ്പിളിൽ? ഇതാണ് വുഡ്സ് റിയാക്ഷൻ എന്ന് പറയാം. അപ്പോൾ വുഡ്സ് റിയാക്ഷൻ എന്ന് ഓർക്കുമ്പോൾ അതിൽ മെറ്റാലിക് സോഡിയം എന്നും ഡ്രൈ ഈതർ എന്നും ആൽക്കൈൽ ഹാലൈഡ് എന്നും ഓർമ്മയിൽ വേണം. 3 ആളെ പേര് ഓർമ്മ വരണം. ആൽക്കൈൽ ഹാലൈഡ്, മെറ്റാലിക് സോഡിയം, ഡ്രൈ ഈതർ. എന്നിട്ട് കിട്ടുന്നതോ ആൽക്കെയിൻ കിട്ടും. ആ ആൽക്കെയിൻ്റെ പ്രത്യേകത എന്താണ്? ഈവൻ നമ്പർ കാർബൺ ആറ്റം വേണം. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് വരാം. എക്സ്പ്ലെയിൻ ഐസോമറിസം വിത്ത് എക്സാമ്പിൾ. ഐസോമറിസം അല്ല, ഐസോമറൈസേഷൻ. ഇത്രയുള്ള സംഭവം. നോർമലായ ആൽക്കെയിൻ, അതായത് നോർമൽ ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ചെയിനായിട്ട് നിൽക്കുന്ന ആൽക്കെയിനെ ചൂടാക്കുമ്പോൾ ആരെ സാന്നിധ്യത്തിൽ? അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ആൻഡ് HCl. അലൂമിനിയം ക്ലോറൈഡും HClൻ്റെയും സാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ ബ്രാഞ്ചഡ് ചെയിൻ ആൽക്കെയിനായിട്ട് മാറും. ഈ രാസപ്രവർത്തനത്തിനെയാണ് ഐസോമറൈസേഷൻ എന്ന് പറയാം. എക്സാമ്പിൾ ഉണ്ടോ അവിടെ തന്നിരിക്കുന്നത് ഹെക്സൈനാണ്. ഒരു ചെയിനിലുള്ള 6 കാർബൺ ഒരു ഒറ്റ ചെയിനിൽ വരുന്ന ഹെക്സൈൻ അവിടെ തന്നിട്ടുണ്ട്. ആ ഹെക്സൈനെ ചൂടാക്കി AlCl3 HCl എന്നിവയുടെ സാന്നിധ്യത്തിൽ. അപ്പോൾ കിട്ടിയുണ്ടോ ഒരു CH3 ആ ചെയിനിൽ നിന്ന് താഴോട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ടോ, ബ്രാഞ്ചിങ് വന്നത്. ഇങ്ങനെ കിട്ടുന്ന ഇതിനെയാണ് ഐസോമറൈസേഷൻ എന്ന് പറയുക. ഓക്കെ, ഒന്ന് എഴുതി പഠിക്കുക. നിങ്ങൾ പേപ്പറിൽ ന്യൂസ് പ്രിൻറ്റിൽ ഒന്ന് എഴുതി പരിശീലിക്കുക. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. 3ാമത്തത്, എക്സ്പ്ലെയിൻ അരോമറ്റൈസേഷൻ ഓർ റീഫോമിംഗ് വിത്ത് എക്സാമ്പിൾ. ആ പേരിൽ തന്നെ ഉണ്ട്. അരോമറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ അരോമാറ്റിക് കോമ്പൗണ്ട് ഉണ്ടാവുക എന്നാണ്. റീഫോമിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യമുള്ള ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് മാറുക എന്നാണ്.
അത് ഇവിടെ സംഭവിക്കണം നോക്കൂ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 6 കാർബണുള്ള ഒരു ചെയിനാണ്. 6 കാർബണുള്ള ചെയിൻ, അതിന് നമ്മൾ ഹെക്സെയിൻ എന്ന് പറയാം, നോർമൽ ഹെക്സെയിൻ. ആ നോർമൽ ഹെക്സെയിനെ Cr2O3 V2O5 അല്ലെങ്കിൽ MO2O3 എന്നിവയുടെ സാന്നിധ്യത്തിൽ, എല്ലാവരും വേണമെന്നില്ല, അതിലേതെങ്കിലും ഒന്നിൻ്റെ സാന്നിധ്യം 773 കെൽവിൻ ടെമ്പറേച്ചറും 10 to 20 അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെയും സാന്നിധ്യത്തിൽ വെച്ച് പ്രവർത്തിപ്പിച്ചാൽ ബെൻസീന് കിട്ടും. ബെൻസീൻ, ഹെക്സെയിൻ ബെൻസീനായി മാറുന്നു. ഇതിനെയാണ് അരോമറ്റൈസേഷൻ എന്ന് പറയാം. ബെൻസീൻ എന്ന് പറയുന്നത് ഒരു അരോമാറ്റിക് കോമ്പൗണ്ടാണ്. അപ്പോൾ ഈ അരോമാറ്റിക് കോമ്പൗണ്ട് കിട്ടിയത് കൊണ്ടാണ് ഇതിൻ്റെ പേരെന്തായത്, അരോമറ്റൈസേഷൻ എന്ന പേര് വന്നത്. ഓക്കെ, റീഫോമിംഗ് എന്ന് വരാനുള്ള കാരണം മനസ്സിലായില്ലേ? ഹെക്സെയിൻ വേറൊരു ഫോമിലേക്ക് മാറി. റെഡി? വളരെ പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. മൂന്നാമത്തത് ശ്രദ്ധിക്കാം. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വാട്ട് ആർ ദ ഡിഫറൻസ് ടൈപ്സ് ഓഫ് കൺഫർമേഷൻ ഓഫ് ഈതെയിൻ? ഈതെയിനിൻ്റെ വ്യത്യസ്ത തരം കൺഫർമേഷൻസ് പറയുക. കമ്പയർ ദെയർ സ്റ്റെബിലിറ്റി, അവയുടെ സ്ഥിരതയെക്കുറിച്ച് വിശദീകരിക്കുക. 2 രൂപത്തിലാണ് കൺഫർമേഷൻ നമുക്ക് പറയാൻ പറ്റുക, പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക. ഒന്ന് സോഹോസ് പ്രൊജക്ഷൻ ഓഫ് ഈതെയിനാണ്, മറ്റൊന്ന് ന്യൂമൻ പ്രൊജക്ഷൻ ഓഫ് ഈതെയിൻ. അത് വരച്ചാണ് പഠിക്കുന്നത്. കണ്ടു നോക്കി, ആദ്യത്തേൽ സോഹോസ് പ്രൊജക്ഷൻ കണ്ടോ, 2 എൻഡിലും ഒരു ത്രികോണം പോലെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടോ. ഞാനിത് വരച്ച് തന്നതാണ് നിങ്ങൾക്ക്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന് വരച്ച് ഒന്നുകൂടെ പഠിക്കുക. അതിലിങ്ങനെ ശ്രദ്ധിച്ചാൽ എക്ലിപ്സ്ഡ് എന്ന് നോക്കിയാൽ ഈ മുന്നിലുള്ള ഹൈഡ്രജനും ബാക്കിലുള്ള ഹൈഡ്രജനും ഒരേ രേഖയിലാണ് നിൽക്കുന്നത്. അതിനാണ് എക്ലിപ്സ്ഡ് എന്ന് പറയാം. സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ സൂര്യഗ്രഹണമാണ്. ഒന്നിൻ്റെ നേരെ മറ്റൊന്ന് വരുമ്പോൾ, മറവ് വരുമ്പോൾ അതിനാണ് നമ്മൾ എക്ലിപ്സ് എന്ന് പറയാം, അല്ലേ? നേരത്തെ പറഞ്ഞു ഓർക്കുന്നില്ലേ? അപ്പോൾ എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും തമ്മിലുള്ള വ്യത്യാസം നോക്കി നിങ്ങൾ. ആ 2 ചിത്രത്തിൽ നിന്നും മനസ്സിലാവും അത്. ഒന്ന് നേരെ ഒരു ഹൈഡ്രജൻ്റെ നേരെ ബാക്കിലാണ് മറ്റേത് നിൽക്കുന്നത്. എന്നാൽ സ്റ്റാഗേർഡിൽ അങ്ങനെയല്ല, കുറച്ച് അകന്നാണ് നിൽക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കാം. അപ്പോൾ സോഹോസ് പ്രൊജക്ഷനും അതുപോലെ ന്യൂമൻ പ്രൊജക്ഷനും. ഓക്കെ, ഇനി ശ്രദ്ധിക്കാനുള്ളത്, ഇതിലാർക്കാണ് സ്ഥിരത കൂടുതൽ? സ്ഥിരത സ്റ്റാഗേർഡിനാണ് സ്ഥിരത കൂടുതൽ ഉണ്ടാവുക. കാരണം അവയിലെ ഹൈഡ്രജൻ ആറ്റംസ് തമ്മിൽ അകന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് റിപ്പൾഷൻ കുറവായിരിക്കും. റിപ്പൾഷൻ കുറവായ ഐസോമർ സ്റ്റാഗേർഡ് ഐസോമർ ആയതുകൊണ്ട് സ്റ്റാഗേർഡ് ഹാസ് മോർ സ്റ്റെബിലിറ്റി. റെഡി? ഇംഗ്ലീഷിലുള്ള പോയിൻറ്റ്സാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇത് മലയാളത്തിലുള്ള പോയിൻ്റ് നോക്കാം. കണ്ടോ, ചിത്രം നേരത്തെ കണ്ട തന്നെയാണ്. അപ്പോൾ ഈതെയിൻ്റെ 2 പ്രധാനപ്പെട്ട സ്ട്രക്ചറുകളുണ്ട്. ഒന്ന് എക്ലിപ്സ്ഡ് സ്ട്രക്ചറും മറ്റൊന്ന് സ്റ്റാഗേർഡ് സ്ട്രക്ചറും. ഇത് വരച്ച് പഠിക്കണം കേട്ടോ മക്കളെ, പ്രധാനമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ 4 പോയിൻറ്റ്സും ആൽക്കെയിനെ കുറിച്ചുള്ളതാണ്. ആൽക്കെയിനെ കുറിച്ചുള്ളതാണ്. സിംഗിൾ ബോണ്ടഡ് ആയ ഹൈഡ്രോ കാർബണിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോണത് ആൽക്കീനെ കുറിച്ചാണ്. ആൽക്കീൻ, 5ാമത്തെ പോയിൻ്റ് നോക്കൂ. ഹൗ വിൽ യു പ്രിപ്പയർ ആൽക്കീൻ? ആൽക്കീനെ പ്രിപ്പയർ ചെയ്യാൻ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കഹോളിക് പൊട്ടാഷുമായി പ്രവർത്തിപ്പിക്കുക. ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായി പ്രവർത്തിപ്പിക്കുമ്പോൾ ആൽക്കീൻ കിട്ടും. ആൽക്കീൻ കിട്ടും. ഇതിനൊരു പ്രത്യേക പേരുണ്ട്, ഡീഹൈഡ്രോഹാലജനേഷൻ. എന്താ പേര്? ഡീഹൈഡ്രോഹാലജനേഷൻ. അപ്പോൾ ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടെങ്കിൽ ആരോ മാർക്ക് കഴിഞ്ഞാൽ ആൽക്കീനായിരിക്കും വരിക. നന്നായി ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ മാർക്കോണിക്കോഫ് റൂൾ. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ് നമ്മൾ ഇനി പറയാൻ പോണത്. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ മാർക്കോണിക്കോഫ് റൂൾസ്. When unsymmetrical reagent is added to unsymmetrical alkene,
ദി നെഗറ്റീവ് പാർട്ട് ഓഫ് ദി അഡൻഡം, അതായത് ആഡിങ് മോളിക്യൂൾ, ഗെറ്റ്സ് അറ്റാച്ച്ഡ് ടു ദി കാർബൺ കണ്ടെയ്നിങ് ലെസ്സർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. നോക്കൂ, അവിടെ ഒരു ചിത്രത്തിൽ കണ്ടോ നിങ്ങൾ, ഒരു ആൽക്കീനാണ് 1 പ്രൊപ്പീൻ. ആ പ്രൊപ്പീന് അൺസിമെട്രിക് ആണ്. കാരണം ഡബിൾ ബോണ്ട് നടുക്കല്ല നിൽക്കുന്നത്, ഒരു സൈഡിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അത് അൺസിമെട്രിക്കൽ ആൽക്കീനാണ്. ആ അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് HBr ആണ് ആഡ് ചെയ്യണത്. HBr എന്ന് പറയുമ്പോൾ സിമെട്രിക്കൽ അല്ല, അൺസിമെട്രിക്കലാണ്. എങ്ങനെ മനസ്സിലായി? HBrനെ കട്ട് ചെയ്താൽ ഒരു ഭാഗത്ത് എച്ചും വേറെ ഭാഗത്ത് BR ആണ് വരിക. തുല്യമായ ലെവലിലല്ല ഉണ്ടാവുക. അതുകൊണ്ടത് അൺസിമെട്രിക്കൽ റിയേജൻ്റാണ്. അപ്പോൾ അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് അൺസിമെട്രിക്കൽ റിയേജൻ്റ് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ HBrലെ എച്ച് കൂടുതൽ ഹൈഡ്രജനുള്ള ഡബിൾ ബോണ്ടഡ് കാർബണിലേക്ക് പോകും. കണ്ടോ? ആ ഡബിൾ ബോണ്ടഡ് കാർബണിലെ ഒരു കാർബൺ CHഉം വേറെ കാർബൺ CH2ഉമാണ്. അപ്പോൾ HBrലെ എച്ച് ആരിലേക്ക് പോയി? CH2ലേക്ക് പോയി. എന്നിട്ട് CH3 എന്നായി. കണ്ടോ അവിടെ? ഇതിനാണ് മാർക്കോണിക്കോഫ് റൂൾ എന്ന് പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അൺസിമെട്രിക്കലായ ആൽക്കീനിലേക്ക് അൺസിമെട്രിക്കലായ റിയേജൻ്റ് ആഡ് ചെയ്യുമ്പോൾ അൺസിമെട്രിക്കൽ റിയേജൻറ്റിലെ എച്ച് കൂടുതൽ ഹൈഡ്രജനുള്ള ഡബിൾ ബോണ്ടഡ് കാർബണിലേക്ക് പോകുന്നു. ഈ റൂളിനെയാണ് മാർക്കോണിക്കോഫ് റൂൾ എന്ന് പറയുക. അത് പ്രകാരം നടന്ന റിയാക്ഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ റൂള് പാലിച്ച് ഉണ്ടാവുന്ന പ്രോഡക്റ്റ് കൂടുതലുണ്ടാവും. റൂള് പാലിക്കാതെ നേരെ ഓപ്പോസിറ്റ് നടക്കുന്ന പ്രോഡക്റ്റ് കുറച്ചേ ഉണ്ടാവുള്ളൂ. അതാണ് അവിടെ മൈനർ എന്ന് എഴുതിയത്. അപ്പോൾ നിങ്ങൾ ആ മേജർ എമൗണ്ടിൻ്റെ മാത്രം പഠിച്ചു വെച്ചാലും മതി. ഓക്കെ, ഇതിൻ്റെ മലയാള പോയിൻ്റ് നമുക്ക് നോക്കാം. വായിച്ചു നോക്കൂ. വളരെ പ്രധാനമാണ്, പഠിച്ചു വെക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കോണിക്കോഫ് റൂൾ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ കേൾക്കണമെങ്കിൽ ഒന്ന് ബാക്കോട്ട് പോയിട്ട് ഒന്നുകൂടെ കേൾക്കുക, അങ്ങോട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, അങ്ങോട്ട് പേപ്പറിൽ എഴുതി പഠിക്കുക. നെക്സ്റ്റ് 7th പോയിൻറ്റ്, വാട്ട് ഈസ് പെറോക്സൈഡ് ഇഫക്റ്റ് ഓർ കറാഷ് ഇഫക്റ്റ് ഓർ ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ? ഇത് മൂന്നും ഒന്ന് തന്നെ, ഒരേ സംഗതിയാണ്. ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ, ഇപ്പോൾ നമ്മൾ മാർക്കോണിക്കോഫ് റൂൾ പഠിച്ചു. ഇപ്പോൾ ഇനി ആൻറ്റി മാർക്കോണിക്കോഫ് റൂളാണ്. ആൻറ്റി മാർക്കോണിക്കോഫ് റൂൾ, അതിന് വേറെ പേരാണ് കറാഷ് ഇഫക്റ്റ്, വേറെ പേരാണ് പെറോക്സൈഡ് ഇഫക്റ്റ്. ഇത്രയുള്ള സംഭവം. ഇൻ ദി പ്രസൻസ് ഓഫ് ഓർഗാനിക് പെറോക്സൈഡ്, അഡീഷൻ ഓഫ് HBr ടു അൺസിമെട്രിക്കൽ ആൽക്കീൻ ടേക്ക് പ്ലേസ് എഗെയിൻസ്റ്റ് മാർക്കോണിക്കോഫ് റൂൾ. ഇപ്പം നേരത്തെ പറഞ്ഞ റിയാക്ഷൻ ഉണ്ടല്ലോ, അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് അൺസിമെട്രിക്കൽ റിയേജൻ്റ് ആഡ് ചെയ്യുമ്പോൾ കൂടുതൽ ഹൈഡ്രജനുള്ള കാർബണിലേക്ക് എച്ച് പോകുമെന്ന് പറഞ്ഞില്ലേ. എന്നാൽ ഇവിടെ എന്താണെന്ന് വെച്ചാൽ പെറോക്സൈഡ് ഉണ്ടെങ്കിൽ, രാസപ്രവർത്തനത്തിൽ പെറോക്സൈഡിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷനാണ് നടക്കുക. അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് അൺസിമെട്രിക്കൽ റിയേജൻ്റ് ആഡ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ പോവുക കുറഞ്ഞ ഹൈഡ്രജനുള്ള ഡബിൾ ബോണ്ടഡ് കാർബണിലേക്കാണ് പോവുക. നോക്കൂ, അവിടെ എക്സാമ്പിൾ നോക്ക്, കണ്ടോ? അതിൽ CH ഡബിൾ ബോണ്ട് CH2 എന്നുള്ളതിൽ CHലേക്കാണ് ഹൈഡ്രജൻ ചെന്നത്. അപ്പോൾ അത് CH2 ആയി മാറി. കണ്ടോ? CH2ലേക്ക് BRഉം പോയി. അപ്പം നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. അത് നടക്കാനുള്ള കാരണം എന്താ? പെറോക്സൈഡിൻ്റെ സാന്നിധ്യം രാസപ്രവർത്തനത്തിൽ ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ നടക്കുക. അങ്ങനെ നടക്കുന്നതുകൊണ്ട് ഈ റൂളിനെ ആൻറ്റി മാർക്കോണിക്കോഫ് റൂളെന്നും, ഇത് സംഭവിക്കുന്നത് പെറോക്സൈഡിൻ്റെ സാന്നിധ്യത്തിലായതുകൊണ്ട് ഇതിനെ പെറോക്സൈഡ് ഇഫക്റ്റ് എന്നും വേറെ പേര് കറാഷ് ഇഫക്റ്റ് എന്നും അറിയപ്പെടും. നന്നായി ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ മലയാളത്തിലുള്ള പോയിൻറ്സും അവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ ആരോ മാർക്കിൻ്റെ മോളെ പെറോക്സൈഡ് എന്ന് കാണുകയാണെങ്കിൽ തീർച്ചയായും ഇതാണ് അവിടെ ഉദ്ദേശിച്ചത് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. 8ാമത്തെ പോയിൻറ്റിലേക്ക് വരാം. ഗിവ് ദി പ്രിപ്പറേഷൻ ഓഫ് അസറ്റിലീൻ. അസറ്റിലീൻ്റെ വേറെ പേരാണ് ഇഥൈൻ. അസറ്റിലീൻ നിർമ്മാണം, ഇത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ്. ആൽക്കലൈൻ എർത്ത് മെറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്ന കാര്യമാണ്. നോക്കൂ, കാൽസ്യം കാർബൈഡിനെ ജലവുമായി പ്രവർത്തിപ്പിക്കുമ്പോഴാണ് അസറ്റിലീൻ ഉണ്ടാവുക. കാൽസ്യം
കാർബൈഡ് ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് വാട്ടർ ടു ഗിവ് അസറ്റിലീൻ ഓർ ഇഥൈൻ. അവിടെ കണ്ടോ CaC2+H2O ഗീവ്സ് CH ട്രിപ്പിൾ ബോണ്ട് CH. ഈ CH ട്രിപ്പിൾ ബോണ്ട് CH എന്ന് പറയുന്ന ആളാണ് ഇഥൈൻ. റെഡി? വളരെ പ്രധാനമാണ്, ശ്രദ്ധിക്കണം. ആ CH ട്രിപ്പിൾ ബോണ്ട് CH എന്നുള്ളതിൻ്റെ ഫോർമുല C2H2 എന്നാണ് എന്നും കൂടെ ഓർത്തിരിക്കുക. 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹൗ വിൽ യു കൺവെർട്ട് അസറ്റിലീൻ ടു ബെൻസീൻ? അസറ്റിലീനെ ബെൻസീൻ ആക്കുന്നത് എങ്ങനെയാണ്? അതാ, അസറ്റിലീനെ റെഡ് ഹോട്ട് അയൺ ട്യൂബിൽ വെച്ച് 873 കെൽവിനിൽ ആണ് എന്ത് ചെയ്യണത്? റെഡ് ഹോട്ട് അയൺ ട്യൂബ് എടുക്കുന്നത്. ആ റെഡ് ഹോട്ട് അയൺ ട്യൂബ്, അതായത് ചുട്ട് പഴുത്ത ഇരുമ്പിൻ്റെ പൈപ്പ്, ആ പൈപ്പിനകത്ത് കൂടെ അസറ്റിലീൻ കടത്തിവിടുക. ആരെ കടത്തിവിടുക? അസറ്റിലീൻ കടത്തിവിടുക. അങ്ങനെ കടത്തിവിടുമ്പോൾ ബെൻസീൻ ലഭിക്കുന്നു. ഇത്രയുള്ള സംഭവം. ചുട്ടുപഴുത്ത ഇരുമ്പ് പൈപ്പിനകത്ത് കൂടെ അസറ്റിലീൻ കടത്തിവിടുമ്പോൾ അസറ്റിലീൻ ബെൻസീനായി മാറുന്നു. നന്നായി ഓർത്തിരിക്കണം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അസറ്റിലീനെ ബെൻസീനാക്കുന്നത് എങ്ങനെയെന്നാണ് ചോദിച്ചത്. പക്ഷേ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവില്ല. എന്താണെന്ന് നിങ്ങൾക്ക് ആ റിയാക്റ്റൻ്റ് തരും, ആരോമാർക്കിൻ്റെ മുകളിൽ റെഡ് ഹോട്ട് അയൺ ട്യൂബ് എന്ന് തരും. എന്നിട്ട് ആരോമാർക്ക് കഴിഞ്ഞിട്ട് ഡാഷ് എന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെ എ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഐഡൻറ്റിഫൈ എ എന്ന് ചോദിക്കും. അപ്പം എ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അത് ബെൻസീനാണ്. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ. 10ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ വിൽ യു പ്രിപ്പയർ ബെൻസീൻ ഫ്രം അസറ്റിലീൻ? അസറ്റിലീനിൽ നിന്ന് എങ്ങനെ ബെൻസീൻ പ്രിപ്പയർ ചെയ്യാം? കണ്ടോ നിങ്ങളവിടെ? നേരത്തെ പറഞ്ഞ അതേ സംഗതി തന്നെയല്ലേ, പുതിയതല്ല. 2ാമത്, സോഡിയം ബെൻസോയേറ്റിൽ നിന്ന് ബെൻസീൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഇപ്പം അത്രയേ ഉള്ളൂ. സോഡിയം ബെൻസോയേറ്റ് എന്ന് പറഞ്ഞ ഘടനയാണ് അവിടെ ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്നത്. സോഡിയം ബെൻസോയേറ്റിനെ സോഡിയം ഹൈഡ്രോക്സൈഡും CaOയും ചേർത്ത് ചൂടാക്കുക. സോഡിയം ബെൻസോയേറ്റിനെ സോഡ ലൈം ചേർത്ത് ചൂടാക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സോഡ ലൈം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. സോഡ ലൈം എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് കാൽസ്യം ഓക്സൈഡാണ്. സോഡ ലൈം എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് CaO ആണ്. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡും CaOയും ചേർത്ത് ചൂടാക്കുമ്പോൾ ആ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിലുള്ള ഒരു ചെയിൻ ഉണ്ടല്ലേ, COONA എന്ന് പറഞ്ഞ ആൾ, അതാണ് മുറിഞ്ഞാണ് പോകും. അതാണ് മുറിഞ്ഞു പോയിട്ട് ബെൻസീനായിട്ട് മാറും. അപ്പോൾ ബെൻസീൻ്റെ 2 നിർമ്മാണം പഠിച്ചില്ലേ? ഒന്ന് അസറ്റിലിൽ നിന്ന് ബെൻസീൻ ഉണ്ടാക്കാം, മറ്റൊന്ന് സോഡിയം ബെൻസോയേറ്റിൽ നിന്ന് ബെൻസീൻ ഉണ്ടാക്കാം. 3ാമത്തെ നിർമ്മാണം, ബെൻസീൻ്റെ 3ാമത്തെ നിർമ്മാണം ഫ്രം ഫീനോളിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാം. ഫീനോൾ പറഞ്ഞാൽ ബെൻസീൻ്റെ മുകളിലൊരു OH ഉണ്ടാവും, അതന്നെ ഫീനോൾ പറഞ്ഞു. ഫീനോളിനെ സിങ്കുമായി പ്രവർത്തിപ്പിക്കുക, എന്നിട്ട് ചൂടാക്കുക. സിങ്കുമായി ചേർത്ത് ചൂടാക്കുക. ഫീനോളിനെ സിങ്ക് ചേർത്ത് ചൂടാക്കുമ്പോൾ ബെൻസീൻ ലഭിക്കുന്നു. അത് 3 എണ്ണമായി. ബെൻസീനെ നിർമ്മിക്കാനുള്ള 3 മെത്തേഡ് പഠിച്ചു. 11ാമത്തെ പോയിന്റിലേക്ക് വരാം. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് എത്ര ഐറ്റം ഉണ്ടെന്നറിയോ? 3 ഐറ്റമാണ് പഠിക്കാനുള്ളത്. അതിലൊന്ന് നൈട്രേഷൻ എന്ന് പറഞ്ഞാൽ നൈട്രിക് ആസിഡുമായിട്ട് പ്രവർത്തിപ്പിക്കുക. ബെൻസീനെ നൈട്രിക് ആസിഡുമായി പ്രവർത്തിപ്പിക്കുമ്പോൾ ബെൻസീൻ റിങ്ങിൽ NO2 വരുന്നു. എന്തെങ്കിലും ആലോചിക്കാണ്ടതിൽ എന്നാലും എത്ര എളുപ്പമാണ്. ബെൻസീനെ നൈട്രേറ്റിംഗ് മിക്സറുമായി പ്രവർത്തിപ്പിക്കുമ്പോൾ നൈട്രേറ്റിംഗ് മിക്സർ എന്ന് പറഞ്ഞാൽ മിശ്രിതം എന്ന് പറഞ്ഞാൽ HNO3+H2SO4. HNO3+H2SO4മായി പ്രവർത്തിപ്പിക്കുമ്പോൾ ബെൻസീനിൽ NO2 ഗ്രൂപ്പ് വരും. നൈട്രോ ബെൻസീനാണ് കിട്ടുക. നൈട്രോ ബെൻസീൻ കണ്ടോ, ബെൻസീൻ റിങ്ങിൻ്റെ മോളെ NO2. 2ാമത് ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ റിയാക്ഷൻ. ബെൻസീനിനെ ടൊളുവിനാക്കി മാറ്റുന്ന രാസപ്രവർത്തനമാണിത്. നോക്കൂ അവിടെ, ബെൻസീൻ പ്ലസ് CH3Cl
ബെൻസീൻ പ്ലസ് CH3Cl ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. അവിടെ ഇക്വേഷൻ ബെൻസീൻ പ്ലസ് CH3Cl അൺഹൈഡ്രസ് AlCl3 gives toluene. How can you convert benzene to toluene? ബെൻസീൻ എങ്ങനെ ടൊളുവിനാക്കാം എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഉത്തരമാണിത്. ബെൻസീൻ പ്ലസ് CH3Cl ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ഗിവ്സ് ടൊളുവിൻ. ഇതിനാണ് ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ എന്ന് പറയാം. മൂന്നാമത്തത് ഫ്രീഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ റിയാക്ഷൻ. ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ നോക്കൂ. ബെൻസീനിനെ അസറ്റിൽ ക്ലോറൈഡുമായി പ്രവർത്തിപ്പിക്കുക. ആരെ സാന്നിധ്യത്തിൽ? അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിൻ്റെ സാന്നിധ്യത്തിൽ അസറ്റിൽ ക്ലോറൈഡുമായി ബെൻസീനെ പ്രവർത്തിപ്പിക്കുമ്പോൾ എന്ത് കിട്ടും? അസറ്റോഫീനോൺ കിട്ടുന്നു. അതുകൊണ്ട് ഇതിൻ്റെ പേര് അസൈലേഷൻ. പേര് കിട്ടാൻ കാരണം മനസ്സിലായില്ലേ? അസറ്റിൽ ഗ്രൂപ്പുമായി പ്രവർത്തിപ്പിക്കുമ്പോൾ അതിനെ അസൈലേഷൻ എന്ന് പറയുന്നു. റെഡി അല്ലേ? വളരെ പ്രധാനമാണ്, പഠിച്ചു വെക്കണം. തീർച്ചയായും 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുമെന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇത് പഠിച്ചിട്ട് പേപ്പറിൽ എഴുതി പരിശീലിക്കുക. മറ്റേ വായിച്ചു പോയാൽ നമുക്ക് മനസ്സിലായെന്ന് തോന്നും, പക്ഷേ അതൊന്ന് പേപ്പറിൽ എഴുതി നോക്കിയാലേ പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. പേപ്പറിൽ സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ അത് വായിച്ച് പഠിക്കുക, ഒന്നുകൂടെ വീണ്ടും കേൾക്കുക. അപ്പോൾ ഈ ഡിസ്കഷൻ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നന്നായി പഠിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.